നോക്കാം, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നോക്കാം, രണ്ട് മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഞാനൊരു എക്സാമ്പിളിലൂടെ നമുക്കത് ചെയ്യാം. നോക്കാം, ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്. ഫൈൻഡ് എ ബി, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാമേ. ഫൈൻഡ് എ ബി ഇഫ് എ ഈക്വൽ ടു 6, 9, 2, 3 ആൻഡ് ബി ഈക്വൽ ടു 2, 6, 0, 7, 9, 8. അപ്പൊ നമുക്ക് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എ ഇൻറ്റു ബി നമുക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഫസ്റ്റ് എ എന്ന മെട്രിക്സ് എടുത്തെഴുതി, ഇൻറ്റു ബി എന്ന മെട്രിക്സ് 2, 6, 0, 7, 9, 8. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ റോയെ ആദ്യത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എഴുതണം. ഇനി ഇതേ ഫസ്റ്റ് റോ തന്നെ രണ്ടാമത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് എലമെന്റ് ആയിട്ട് എഴുതണം. എന്നിട്ട് വീണ്ടും ഇതേ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് എഴുതണം. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ റോ കൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ മെട്രിക്സിലെ എല്ലാ കോളങ്ങളെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഫസ്റ്റ് റോയിൽ തന്നെ എഴുതും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി സെക്കൻഡ് റോ കൊണ്ട് ഇതേപോലെ ഓരോ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യലാണ്. അപ്പൊ സെക്കൻഡ് റോയിലോട്ട് വരുമ്പോൾ നമ്മൾ ആൻസർ എഴുതുന്നതെല്ലാം നമ്മുടെയും സെക്കൻഡ് റോയിലേ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. നോക്കിക്കോ, ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ആണ് 6ഉം 9ഉം. ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ് ആരൊക്കെയാണ്? രണ്ടാമത്തെ മെട്രിക്സിന്റെ 2ഉം 7ഉം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഫസ്റ്റ് ആളെ എടുക്കുക. അപ്പോ 6 ഇൻറ്റു 9 പ്ലസ് 6 ഇൻറ്റു 9 അല്ല, 6 ഇൻറ്റു 2, 6 ഇൻറ്റു 2 പ്ലസ് രണ്ടാമത്തെ എലമെന്റ് ഏതാ? 9 അല്ലേ? 9 ഇൻറ്റു 7. ഇപ്പം ഫസ്റ്റ് എലമെന്റ് ആയി. ഇനി വീണ്ടും ഇതേ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? ഇതിലെ ഫസ്റ്റ് എലമെന്റ് 6 ആണ്. സോ 6 ഇൻറ്റു ഇതിലെ ഫസ്റ്റ് എലമെന്റ് 6 അല്ലേ? 6 ഇൻറ്റു 6 പ്ലസ് എടുത്തെന്ത് എഴുതും? 9 ഇൻറ്റു 9. അടുത്ത എങ്ങനാ? 6 ഇൻറ്റു 0, 6 ഇൻറ്റു 0 പ്ലസ് രണ്ടാമത്തെ എലമെന്റ് 9 ആണല്ലേ? 9 ഇൻറ്റു 8. ഇനി നമുക്ക് വേറൊരു കോളം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഫസ്റ്റ് റോ കൊണ്ട് ആ ഫോർത്ത് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ റോയിൽ എഴുതി വെച്ചേനെ. അപ്പൊ ഫസ്റ്റ് റോ കൊണ്ട് എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞു. അടുത്ത് ചെയ്യേണ്ടത് ഇതേപോലെ സെക്കൻഡ് റോ കൊണ്ട് ഓരോ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 2 ഇൻറ്റു 2, അപ്പൊ ഞാൻ എഴുതുവാണ് 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 7. ദെൻ വീണ്ടും 2 ഇൻറ്റു 6, 2 ഇൻറ്റു 6 പ്ലസ് 3 ഇൻറ്റു 9. അടുത്ത 2 ഇൻറ്റു 0, 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 8, 3 ഇൻറ്റു 8. ഇനി ഞാൻ ബ്രാക്കറ്റ് ഒക്കെ ക്ലോസ് ചെയ്യുവാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ നമ്മുടെ എ ബി എന്ന ആൻസർ ആയി. ഓക്കെ, അപ്പൊ എ ബി ഇസ് ഈക്വൽ ടു നോക്കിയോ, 6, 2, 12, 9, 7, 63. അടുത്ത 6, 36, 9, 81. 6 ഇൻറ്റു 0 0 അല്ലേ? 0, 9, 8, 72. അടുത്ത എലമെന്റ് 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു 7 എത്ര? 21. ദെൻ 6 ഇൻറ്റു 2 12 പ്ലസ് 3 ഇൻറ്റു 9 27. അടുത്തെന്താ? 0 പ്ലസ് 24. ഇനി നമുക്കിതിനെ ആഡ് ചെയ്യണം. അപ്പൊ 12 പ്ലസ് 63 എത്ര കിട്ടും നമുക്ക്? 75. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 117, 72. അത് എത്ര കിട്ടും? 25, 39, 24. ഇതാണ് നമ്മുടെ എ ബി എന്ന മെട്രിക്സ്. മനസ്സിലായോ? ഇപ്പൊ കുറച്ച് ടഫായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. നമുക്ക് 1-2 പ്രോബ്ലം ചെയ്ത് ക്ലിയർ ആക്കാം കേട്ടോ. നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് എ ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് ബി ഈക്വൽ ടു മറ്റൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ദെൻ ഫൈൻഡ് എ ബി, ബി എ. നമുക്ക് എ ബിയും കണ്ടുപിടിക്കണം, ബി എയും കണ്ടുപിടിക്കണം. ദെൻ ഷോ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അത് കൊള്ളാലോ. എ ബിയും ബി എയും ഈക്വൽ അല്ല എന്ന് അപ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്തൊക്കെ ശരിയാവോ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈനറിയിൽ, അതായത് നമ്മുടെ നമ്പേഴ്സ് എടുക്കുമ്പോഴത്തേനും 4 ഇൻറ്റു 2 ചെയ്താലും 2 ഇൻറ്റു 4 ചെയ്താലും നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും.
എന്നാൽ മെട്രിക്സിന്റെ കാര്യത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ഇതേപോലെ കമ്മ്യൂട്ടേറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് എ ഇൻറ്റു ബി ചെയ്താലും ബി ഇൻറ്റു എ ചെയ്താലും വ്യത്യാസമുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എ ബി ആണ് ചെയ്യുന്നത്. സോ എ ബി ഈക്വൾ ടു, അപ്പോൾ എ മെട്രിക്സ് ആദ്യം എഴുതുക. 1 -2 3 -4 2 5 ഇൻറ്റു ബി എന്ന മെട്രിക്സ് എങ്ങനാ 2 3 4 5 2 1. ഇനി ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് റോയെ രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയെ രണ്ടാമത്തെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പൊ നോക്കിയേ 1 × 2, അപ്പൊ ഞാൻ അങ്ങനെ എഴുതാം. 1 × 2 പ്ലസ് -2 ഇൻറ്റു ഇതിലെ രണ്ടാമത്തെ എലമെന്റ് 4 അല്ലെ 4 പ്ലസ് മൂന്നാമത്തെ എലമെന്റ് എന്താ 3 ഇൻറ്റു ഇതിലെ മൂന്നാമത്തെ എലമെന്റ് 2. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ട എന്താ, ഇതേ ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ സെക്കൻഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 × 3 പ്ലസ് -2 × 5 പ്ലസ് 3 × 1 സെക്കൻഡ് എലമെന്റ് ആയി. ഇനി ഒരു കോളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, ഈ ഫസ്റ്റ് റോയെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ റോയിൽ എഴുതിയേനെ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ സെക്കൻഡ് റോയിലേക്ക് പോവാണ്. ചെയ്യേണ്ട കാര്യം ഇതേ പ്രോസസ്സ് സെക്കൻഡ് റോയിൽ റിപ്പീറ്റ് ചെയ്യുക. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ എങ്ങനെയായിരിക്കും -4 × 2 അല്ലെ. അപ്പൊ -4 × 2 പ്ലസ് 2 × 4 പ്ലസ് 5 × 2. ഓക്കെ ആണല്ലോ. അടുത്ത് വീണ്ടും ഈ സെക്കൻഡ് റോയും സെക്കൻഡ് കോളും. അപ്പൊ ഇങ്ങനെ -4 × 3 പ്ലസ് 2 × 5 പ്ലസ് 5 × 1. This is equal to നോക്കാം 1 × 2 2 മൈനസ് 4 × -2 നമുക്ക് എത്ര കിട്ടും -8. then 3 2 6 അല്ലേ. ഇവിടെ എത്ര കിട്ടും നമുക്ക് 3 -10 പ്ലസ് 3. ഇവിടെയോ -8 പ്ലസ് 8 പ്ലസ് 10. അടുത്തത് -12 പ്ലസ് 10 പ്ലസ് 5. നമുക്കിതെല്ലാം കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോ എന്ത് കിട്ടും നമുക്ക്, ഇവിടെ 6 2 8 8 -8 0 അല്ലെ 0. അടുത്തത് -4 10 3. നമുക്ക് ഇങ്ങനെ കിട്ടി എ ബി. ഇനി നമ്മൾ എന്ത് ചെയ്ത് നോക്കണം, തിരിച്ച് ബി എ ചെയ്ത് നോക്കണം. ഇപ്പൊ മടി കാണിക്കാതെ ബി എയും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ചെയ്യുവാണ് ബി ഇൻറ്റു എ. ബി ഇൻറ്റു എ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബി മെട്രിക്സ് എഴുതാൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം 2 3 4 5 2 1. അപ്പൊ ബി ഇൻറ്റു എ എന്ന മെട്രിക്സ് എങ്ങനെയാണ് 1 -2 3 -4 2 5. ഓക്കെ, അപ്പൊ എ എന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ റോയും ആദ്യത്തെ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും ഇതേ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളോ മൾട്ടിപ്ലൈ ചെയ്യും, ഫസ്റ്റ് റോയും തേർഡ് കോളോ മൾട്ടിപ്ലൈ. ഓരോന്നും ചെയ്യാം. അപ്പൊ 2 × 1 പ്ലസ് 3 × -4. അപ്പൊ ഫസ്റ്റ് എലമെന്റ് കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യണം, ഇതേ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത് 2 × -2 പ്ലസ് 3 × 2. അപ്പൊ സെക്കൻഡ് എലമെന്റുമായി. അടുത്ത് വീണ്ടും തേർഡ് റോയും തേർഡ് കോളും തമ്മിൽ 2 × 3 പ്ലസ് 3 × 5. ഇപ്പൊ ഫസ്റ്റ് റോ കൊണ്ട് എല്ലാവരും ആയില്ലേ. അടുത്ത് ഇതേപോലെ സെക്കൻഡ് റോ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്ത് നോക്കുക. എങ്ങനെ കിട്ടും നമുക്ക് 4 × 1 പ്ലസ് 5 × -4. അടുത്തത് 4 × -2 പ്ലസ് 5 × 2. അടുത്ത എങ്ങനെ 4 × 3 പ്ലസ് 5 × 5. അടുത്ത ഇതേപോലെ തേർഡ് റോ കൊണ്ട് 2 × 1 പ്ലസ് 2 × 1 പ്ലസ് 1 × -4. അടുത്ത എങ്ങനെ ചെയ്യും 2 × -2 പ്ലസ് 1 × 2.
സെക്കൻഡ് റോ ആയി. അടുത്ത 2 into 3 പ്ലസ് 1 into 5. അപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ മൊത്തം ചെയ്തു. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. 2 into 1 2 മൈനസ് 4 3 എത്ര 12. അടുത്ത് -4 പ്ലസ് 6. അടുത്ത് 6 പ്ലസ് 15. അടുത്ത 4 മൈനസ് 20. അടുത്തത് -8 പ്ലസ് 10. അടുത്തത് 12 പ്ലസ് 25. then 2 minus 4 plus 2, then 6 plus 5. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ -10 2 21. പിന്നെ എന്ത് കിട്ടും? -16 2 37. അടുത്തെന്താ? -2 11. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുന്ന ആൻസർ ഒരു 2x2 മെട്രിക്സ് ആ കിട്ടിയിരിക്കുന്നത് അല്ലേ? 2x2 മെട്രിക്സ്. ഇതെന്ത് മെട്രിക്സ് ആ കിട്ടിയത്? 3x3 മെട്രിക്സ് ആ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എ ബി എന്ത് ഈക്വൽ അല്ല? എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ. അതിനെന്താ ബി എ? അതിനെന്താ മനസ്സിലാക്കേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ സാധാരണ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് പറയുന്നത് പോലെ എന്ത് പറയാൻ പറ്റില്ല? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയാലും നടക്കില്ല. അപ്പൊ എ ബി ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എ മെട്രിക്സ് തന്നെ ആദ്യം എഴുതണം, ബി മെട്രിക്സ് രണ്ടാമത് എഴുതണം കേട്ടോ. അല്ലാതെ തിരിച്ചെഴുതി വെക്കരുത്. അപ്പൊ ഒരിക്കലും ഇതിന്റെ ആൻസർ സെയിം ആവില്ല. എ ബി എഴുതാൻ പറഞ്ഞാൽ എ ബി തന്നെ ചെയ്യുക. ബി എ പറയുമ്പോൾ എന്ത് തന്നെ ചെയ്യണം? ബി ഇൻറ്റു എ തന്നെ ചെയ്തേ പറ്റൂ. ഓക്കെ ആണല്ലോ? നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് എ ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി ഈക്വൽ ടു മറ്റൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, സി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇൻറ്റു ബി സി കാണണം, എ ബി ഇൻറ്റു സിയും കാണണം. ഓക്കെ, എന്തിനാ അത് കണ്ടിട്ട് നോക്കി? ഷോ ദാറ്റ് എ ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. നോക്കിയേ, എ ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എ മെട്രിക്സ് എഴുതുക. 1 1 -1 2 0 3 3 -1 2. ഇനി ഇൻറ്റു ബി എന്ന മെട്രിക്സ് 1 3 0 2 -1 4. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ എങ്ങനെ പഠിച്ചത്? ആദ്യത്തെ റോ കൊണ്ട് ആദ്യത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യത്തെ ഇലമെന്റ് ആയിട്ട് എഴുതണം ആണല്ലോ. എന്നിട്ട് ആദ്യത്തെ റോ കൊണ്ട് രണ്ടാമത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാമത്തെ ഇലമെന്റ് ആയിട്ട് എഴുതും. നമുക്കിവിടെ ചെയ്യാം. ഈക്വൽ ടു ആദ്യത്തെ റോ ഇൻറ്റു ആദ്യത്തെ കോളം. നോക്കാം. 1 into 1 1 പ്ലസ് ആദ്യത്തെ റോയിൽ രണ്ടാമത്തെ എലിമെന്റ് നോക്കുക. 1 into 0 എന്ത് കിട്ടും? 0 പ്ലസ് -1 into -1. അപ്പോൾ -1 into -1 പ്ലസ് 1. അപ്പോൾ ഫസ്റ്റ് എലിമെന്റ് കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും ഈ ആദ്യത്തെ റോ കൊണ്ട് രണ്ടാമത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ ആദ്യത്തതും ഇവിടുത്തെ ആദ്യത്തതും ഇവിടുത്തെ രണ്ടാമത്തേത് ഈ കോളത്തിൽ രണ്ടാമത്തേത് ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 1 into 3 3 പ്ലസ് 1 into 2 2 പ്ലസ് 4 into -1 -4. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. അടുത്ത സെക്കൻഡ് റോ കൊണ്ട് വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into 1 2 0 into 0 പ്ലസ് 0 പ്ലസ് 3 into -1 -3. ഓക്കെ, അടുത്ത് വീണ്ടും സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ 3 into 2 6 പ്ലസ് 0 into 2 0 പ്ലസ് 3 into 4 12. ഇനി മൂന്നാമത്തെ റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ 3 into 1 3 പ്ലസ് -1 into 0 0 പ്ലസ് 2 into -1 -2. then ലാസ്റ്റ് റോയും ലാസ്റ്റ് കോളവും 3 into 3 9 പ്ലസ് -1 into 2 -2 പ്ലസ് 2 into 4 8. അപ്പൊ ഇത്രയും ചെയ്താൽ ബാക്കി എളുപ്പമുള്ള കാര്യമാണ്. എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 + 1 ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടി. ഇവിടെ നോക്കി 3 2 5 5 - 4 1. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 - 3.
അപ്പോൾ -1 18 1 50. അപ്പോൾ നമ്മുടെ AB എന്ന മെട്രിക്സ് ആയി. ഇനി ആരെ വേണം കണ്ടോ, ഇതിനകത്ത് AB നമ്മൾ ചെയ്തു. അടുത്ത് നമുക്ക് BC ചെയ്യാം. അപ്പോൾ BC ഇസ് ഈക്വൽ ടു ബിയും സിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 3 0 2 -1 4 ബി എന്ന മെട്രിക്സ്. സി എന്തുവാണ്? 1 2 3 -4 2 0 -2 1. ഇനി നമുക്ക് ചെയ്യണം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ 1 × 1 1 പ്ലസ് 3 × 2 6. അടുത്ത 1 × 3 1 × 2 സെക്കൻഡ് കോളത്തിൽ ചെയ്യണം. 1 × 2 2 പ്ലസ് 3 × 0 0. അടുത്ത 1 × 3 മൂന്നാമത്തെ കോളത്തിനെ 1 × 3 3 പ്ലസ് 3 × -2 -6. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം. അപ്പൊ എങ്ങനെ 1 × -4 -4 പ്ലസ് 1 × 3 3. ഓക്കെ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് റോ കൊണ്ട് ഇതേപോലെ ഓരോരുത്തരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 0 × 2 0 × 1 0 പ്ലസ് 2 × 2 4 0 × 2 0 പ്ലസ് 2 × 0 0 ദെൻ 0 × 3 0 പ്ലസ് 2 × -2 -4 0 × -4 0 പ്ലസ് 2 × 1 2. അതേപോലെ തേർഡ് റോയും എന്ത് ചെയ്യുക, ഓരോ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും എങ്ങനാ -1 പ്ലസ് 8 വീണ്ടും -2 പ്ലസ് 0 -3 പ്ലസ് -8 ദെൻ -1 × -4 പ്ലസ് 4. അപ്പോൾ 4 പ്ലസ് 4. ഓക്കെ. നമുക്കിതിനെ ആഡ് ചെയ്ത് എഴുതാം. 6 + 1 7 2 + 0 2 3 - 6 -3 -4 + 1 എന്ത് കിട്ടും നമുക്ക് -1. അടുത്തെന്താ 4 0 -4 2 7 -2 -11 8. അപ്പോൾ നമുക്ക് നമ്മുടെ ബി സിയും കിട്ടി. ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എ ബി അല്ലെ ബി സി ഇൻറ്റു എയും ചെയ്യണം, ബി സി ഇൻറ്റു എയും കണ്ടുപിടിക്കണം, പിന്നെ എങ്ങനെ എ ബി ഇൻറ്റു സിയും ചെയ്യണം അല്ലേ. ഇനി അതും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും തുല്യമാണെന്ന് കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം എഴുതുവാണ് എ ഇൻറ്റു ബി സി എന്ന മെട്രിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ എ ഇൻറ്റു ബി സി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എ മെട്രിക്സ് തന്നെ ആദ്യം എഴുതണം. ബി സി ഇവിടെ അടുത്ത് കിടക്കുകയല്ലേ എഴുതി അതിന് ആദ്യം എഴുതി കളയരുത്, എ തന്നെ ആദ്യം എഴുതണം. അപ്പൊ എ എന്ന മെട്രിക്സ് ആദ്യം എഴുതണം. 1 1 -1 2 0 3 3 -1 2. എ എന്ന മെട്രിക്സ് എഴുതി. അടുത്ത് ബി സി എന്ന മെട്രിക്സ് എഴുതുക. 7 2 -3 -1 4 0 -4 2 7 -2 -11 8. ഓക്കെ, നോക്കാം. 1 × 7 7 പ്ലസ് 1 × 4 4 വരയ്ക്കാം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം -1 × 7 -7. അടുത്ത് വീണ്ടും സെക്കൻഡ് റോയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 എന്നിട്ട് നമുക്ക് 0 പ്ലസ് 2. അടുത്ത മൂന്നാമത്തെ റോയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം -3 പ്ലസ് -4 പ്ലസ് 11. അടുത്ത എന്ത് കിട്ടും നമുക്ക് നാലാമത്തെ റോയിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം -1 പ്ലസ് 2 പ്ലസ് -8. ഓക്കെ. അടുത്ത് വീണ്ടും രണ്ടാമത്തെ റോയും ആദ്യത്തെ കോളും. അപ്പോൾ എത്ര കിട്ടും 14. ദെൻ 0 × 4 0. ദെൻ 7 × 3 21. നെക്സ്റ്റ് 4 0 -6 -6 0 -33 -2 0 24. അടുത്ത 21 -4 പ്ലസ് 14 6 0 -4
-9, 4, -22, -3, -2 plus 16. ഓക്കെ, ഇനി കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. അതായത് നമ്മുടെ A ഇൻറ്റു BC ഇസ് ഈക്വൽ ടു എന്തൊക്കെ എലമെന്റ് ആയിരിക്കും ആഡ് ചെയ്യുമ്പോൾ 4, 4, 4, -7, 35, -2, -39, 22, 31, 2, -27, -11. അപ്പൊ നമുക്ക് A ഇൻറ്റു BC കിട്ടി. അടുത്ത് നമുക്കിനി എന്ത് ചെയ്യണം, നമ്മുടെ AB ഇൻറ്റു C ആണ് നമുക്കിനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ AB നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ AB എന്തുവായിരുന്നു, 21, -1, 18, 1, 15 അല്ലേ. ഇൻറ്റു C എന്ന മെട്രിക്സ് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതുവാണ് 1, 2, 3, -4, 2, 0, -2, 1. ഇത് നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. അപ്പൊ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2 + 2. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 4 + 0. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം 6 - 2. ഫസ്റ്റ് റോ ഇൻറ്റു ഫോർത്ത് കോളം -8 + 1. അതുപോലെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ -1 + 18 × 2 നമുക്ക് എന്ത് കിട്ടും, 36. അപ്പൊ അതുപോലെ -2 + 0, -3 + -36, 4 + 18. അടുത്ത് വീണ്ടും മൂന്നാമത്തെ റോ കൊണ്ട് ഈ ഓരോ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്തുക. അപ്പൊ നിങ്ങൾ ചെയ്തോ, 1 + 30, 2 + 0, 3 - 30, -4 + 15. ഇനി എന്ത് ചെയ്യണം, ഇതിനെല്ലാം ആഡ് ചെയ്ത് എഴുതണം. നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 4, 4, 4, -7, 35, -2, -39, 22, 31, 2, -27, 11. അപ്പൊ നമുക്ക് രണ്ട് ആൻസറും കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കിക്കേ, A ഇൻറ്റു BC അല്ലെ, A ഇൻറ്റു BCയും പിന്നെ ആരും AB ഇൻറ്റു Cയും തുല്യമാണെന്ന് നമുക്ക് കിട്ടി ആണല്ലോ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഓർഡർ ഒന്നും മാറിയിട്ടില്ല കണ്ടോ. ABC എന്ന് 3 മെട്രിക്സിനെ ബ്രാക്കറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ABC കണ്ടോ, ഇവിടെ ABC തന്നെയാണ്, അതുകൊണ്ടാണ് ചേഞ്ച് വരാത്തത് കേട്ടോ. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് AC, BC ആൻഡ് A + B × C. വെരിഫൈ ദാറ്റ് A + B × C ഈക്വൽ ടു AC + BC. അപ്പൊ നമുക്ക് ഈ 3 പേരെ കണ്ടുപിടിച്ചത് വെരിഫൈ ചെയ്യണം. എയും ബിയും സി എന്ന് പറഞ്ഞ് 3 മെട്രിക്സും തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് A + B × C തന്നെ ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം A + B ചെയ്യാം. A + B മെട്രിക്സ് അഡിഷൻ അറിയാലോ. എങ്ങനെയാണ്, ഓരോ എലമെന്റ് പരസ്പരം ആഡ് ചെയ്യുക. അതായത് 0 + 0 എന്ത് കിട്ടും നമുക്ക്, 0. 6 + 1 7, 7 + 1 8. അതുപോലെ -6 + 1 -5, 0 + 0 0, 8 + 2 10, 7 + 1 8, -8 + 2 എന്ത് കിട്ടും നമുക്ക്, -6, 0 + 0 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ A + B കിട്ടി. അടുത്ത് നമുക്ക് A + B × C ചെയ്യാം. അപ്പോൾ A + B നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. 0 7 8, -5 0 10, 8 -6 0 അല്ലേ. ഈ A + B യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, C എന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ C എന്ന മെട്രിക്സ് 2 -2 3 എന്നാണ്. ഇനി നമ്മൾ പഠിച്ചു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എഴുതണം. അതുപോലെ ഫസ്റ്റ് റോയെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് എലമെന്റ്. ഇവിടെ സെക്കൻഡ് കോളം ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ രണ്ടാമത്തെ റോയിലേക്ക് പോകണം. മനസ്സിലാവുന്നോ? അപ്പൊ ഇങ്ങനെ ആദ്യത്തെ റോ കൊണ്ട് ആദ്യത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. 0 × 2 0, 7 × -2 -14, 8 × 3 24.
അടുത്ത് നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ ആരുമില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് റോയിൽ തുടങ്ങും. സെക്കൻഡ് റോ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എഴുതണം? സെക്കൻഡ് റോയിൽ തന്നെ നമ്മൾ ഇവിടെ ആൻസർ എഴുതണം. നോക്കാം, -5 × 2 -10 പ്ലസ് 0 × -2 0 പ്ലസ് 10 × 3 30. അടുത്തെന്താ? അപ്പൊ സെക്കൻഡ് റോയിൽ കഴിഞ്ഞു അല്ലേ. അതിന് തേർഡ് റോ ഇൻറ്റു ഈ പറഞ്ഞ ഫസ്റ്റ് കോളം 8 × 2 16 പ്ലസ് -6 × -2 പ്ലസ് 12 പ്ലസ് 0 × 3 0 which is equal to, ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 0 - 14 പ്ലസ് 24 നമുക്ക് എന്ത് കിട്ടും? 10 then 20 28. ഇപ്പൊ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. എന്താണ്? A + B × C ചെയ്തു. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? AC കണ്ടുപിടിക്കാം. അപ്പൊ AC = A എന്ന മെട്രിക്സ് എഴുതാം. 0 6 7 -6 0 8 7 -8 0 ഇൻറ്റു C എന്ന മെട്രിക്സ്. C എന്തുവാണ്? 2 -2 3 അല്ലേ. അപ്പൊ നമ്മളിപ്പോ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 0 -12 പ്ലസ് 21. അടുത്തെന്ത് കിട്ടും നമുക്ക്? സെക്കൻഡ് റോ ഇൻറ്റു ഇതേ കോളം. അപ്പോൾ -12 പ്ലസ് 0 പ്ലസ് 24. അടുത്ത തേർഡ് റോ ഇൻറ്റു ഇതേ ഫസ്റ്റ് കോളം. എന്ത് കിട്ടും? 14 16 0. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാമേ ഇതിന്റെ ആൻസർ. ഇതെന്ത് കിട്ടും നമുക്ക്? 9 then 12 30. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? BC കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് BC ചെയ്യാം. B എന്ന മെട്രിക്സ് ആദ്യം എഴുതണം. 1 0 2 1 2 0 then C എന്ന മെട്രിക്സ് 2 -2 3. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇതേപോലെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുക. അപ്പൊ 0 പ്ലസ് 1 × -2 -2 1 × 3 പ്ലസ് 3. അതുപോലെ സെക്കൻഡ് റോ ഇൻറ്റു ഇത് ഫസ്റ്റ് കോളം 2 0 6 then തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ 2 എന്താണ്? -4 0 which is equal to എന്തെടുത്ത് നമുക്ക്? 1 8 -2. എന്താണ്? AC-യും BC-യും തമ്മിൽ ആഡ് ചെയ്യണം. AC എന്ന മെട്രിക്സ് ഇതാ എടുക്കുവാണ്. 9 12 30 പ്ലസ് BC എന്ന മെട്രിക്സ്. BC എന്തുവായിരുന്നു? 1 8 -2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 20 28. ഇനി നമ്മൾ നോക്കുക. നമുക്ക് A + B × C ചെയ്തപ്പോഴും എന്ത് തന്നെ കിട്ടി? 10 20 28. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? therefore A + B × C is equal to, എങ്ങനെയാണ്? C അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? AC + BC. ശരിയല്ലേ? AC + BCക്ക് തുല്യമാണ് A + B × C. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനെ, ഇഫ് A = ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, then show that A³ - 23A - 40I = 0. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? കണ്ടോ, A³ ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. A³ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അറിയാം, A² × A ആണ് A³. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യം A² കണ്ടുപിടിക്കാം. അപ്പൊ A² എങ്ങനെയാ ചെയ്യുന്നേ? A × A ചെയ്താൽ മതി അല്ലെ. which is equal to, നമുക്ക് A-നെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 2 3 3 -2 1 4 2 1 ഇൻറ്റു വീണ്ടും എന്ത് തന്നെ എഴുതും? നമ്മൾ A തന്നെ എഴുതും. അപ്പൊ 1 2 3 3 -2 1 4 2 1. ഇനി എന്ത് ചെയ്യണം? സാധാരണ ചെയ്തതുപോലെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ A² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 19 4 8 1 12 8 14 6 50. അപ്പോൾ നമുക്ക് A² കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? A³ ആണ്. അപ്പോൾ A³ കിട്ടാൻ ഓക്കെ നമുക്ക് അപ്പോൾ A² കിട്ടി. നമുക്ക് വേണ്ടത് A³ ആണ്. A³ കിട്ടാൻ എന്ത് ചെയ്യണം? A² × A ചെയ്യുക. അപ്പോൾ A² ന്റെ വാല്യൂ 19 4 8 1 12 8
14, 6, 15. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു നമ്മുടെ എ എന്ന മെട്രിക്സ് എന്താ 1, 2, 3, 3 മൈനസ് 2, 1, 4, 2, 1. ഇനി എന്ത് ചെയ്യുക? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പം 19 ഇൻറ്റു 1, 4 ഇൻറ്റു 3, 8 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 19 ഞാനിത് ആഡ് ചെയ്ത് എഴുതുവാണ് കേട്ടോ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാതെ. അപ്പം അതുപോലെ എന്ത് ചെയ്യുക? ഓരോന്നും ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കിട്ടും 63. അടുത്ത ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ 46, ദെൻ 69. അടുത്ത സെക്കൻഡ് റോ കൊണ്ട് ഈ 3 കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടും 69 മൈനസ് 6, 23. അടുത്ത തേർഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 92, 46, 63. ചെയ്യാലോ നിങ്ങൾക്ക്? അപ്പോൾ എ ക്യൂബ് കിട്ടി. അടുത്ത് നമുക്ക് വേണ്ടത് എന്താണ്? 23 ആണ്. അപ്പോൾ അത് ചെയ്യാം. 23a വിച്ച് ഇസ് ഈക്വൽ ടു 23 ഇൻറ്റു എ എന്ന മെട്രിക്സ്. അപ്പോൾ എ മെട്രിക്സ് ഏതാ? 1, 2, 3, 3 മൈനസ് 2, 1, 4, 2, 1. അപ്പൊ എങ്ങനെ ചെയ്യും? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ 23 കൊണ്ട് എല്ലാ ഇലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 23 ഇൻറ്റു 1, 23. അടുത്ത 23 ഇൻറ്റു 2 എന്തുകൊണ്ട് നമുക്ക് 46. അങ്ങനെ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുക. 69, then 69 minus 46, 23, then 92, 46, 23. അപ്പോൾ നമ്മൾ 23a കണ്ടുപിടിച്ചു. അടുത്ത് നമുക്ക് എന്തോ വേണ്ടേ? 40i വേണം അല്ലേ? 40i. അപ്പോൾ 40 ഇൻറ്റു i എന്ന് പറഞ്ഞാൽ എന്ത് മെട്രിക്സ് ആണ്? ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെയാണ്? 1, 0, 0. നിങ്ങൾ നോക്കുക, ഇവിടെ ഏത് ഓർഡറിലാണ് തന്നിട്ടില്ല. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എല്ലാം 3/3 മെട്രിക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഐഡന്റിറ്റി എഴുതണം. 3/3 എഴുതണം. 0, 1, 0, 0, 0, 1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40, 0, 0, 0, 40, 0, 0, 0, 40. അപ്പോൾ 40iയും കിട്ടി. അടുത്ത നമ്മുടെ ജോലി നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ a ക്യൂബ് മൈനസ് 23a മൈനസ് 40i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a ക്യൂബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 63, 46, 69. 69 മൈനസ് 6, 23. 92, 46, 63. ഇതാണ് നമ്മുടെ a ക്യൂബ് അല്ലേ? മൈനസ് 23a. 23a എവിടെ ചെയ്തിട്ടുണ്ട്? നടപ്പുണ്ട്. അപ്പോൾ 23, 46, 69, then 69 മൈനസ് 46, 23, 92, 46, 23. അപ്പോൾ നമ്മുടെ 23aയുമായി then മൈനസ് 40i. 40i എന്ന് പറയുമ്പോൾ ഏതാ? 40, 0, 0, 0, 40, 0, 0, 0, 40. ഇനി ഇവരെ 3 പേരെയും കൂടെ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. എങ്ങനെയാ? 63 മൈനസ് 23 മൈനസ് 40. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0. 46 മൈനസ് 46 മൈനസ് 0 എന്ത് കിട്ടും? 0. then 69 മൈനസ് 69 മൈനസ് 0, 0. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഓരോ ടേമും എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ 0, 0, 0 എല്ലാ ടേമും നമുക്ക് എന്തോ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ എക്സ്പ്രഷന്റെ ആൻസർ എത്രയാണ്? 0.